നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. A partner is not entitled to interest on capital as a matter of right. But if there is an agreemental പറയുന്നുണ്ടെങ്കിൽ that partner would receive interest on his capital. It is paid at the agreed rate only out of profit. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നത് അല്ലെ. സോ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മീൻസ് it's a return given by business to the ഓണർക്ക് റിട്ടേൺ കൊടുക്കുകയാണ് ആര്, ബിസിനസ്, ഫോർ ഹിസ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ക്യാപിറ്റൽ ബിസിനസിന് കൊടുത്തതിന് ഓണർക്ക് കൊടുക്കുന്ന ഒരു കൺസിഡറേഷൻ ആണ് എന്ത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, then interest on capital is generally calculated on the opening balance and allowance is made for any addition of capital or withdraw of capital therefrom during the accounting period. Okay, ചിലപ്പോൾ നമ്മൾ ഓപ്പണിംഗിലുള്ള ക്യാപിറ്റൽ ഉണ്ടാകും, പിന്നെ അതിൽ നിന്ന് കുറവും കൂടുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. So all those items adjustment has to be made. Okay, the amount of interest is debited to interest on capital account and credited to capital account. Interest on capital എന്ന് പറയുന്നത് this is an expense to the this is an income to the partner. പാർട്ട്ണർക്ക് ഇതൊരു ഇൻകവും ബിസിനസ്സിന് ഇത് എക്സ്പെൻസും ആണ്. ശരിയല്ലേ? ശരിയാണ്. ഓക്കെ, then if capital are fluctuating and current accounts capital are fixed. If capital are fixed, interest on capital account is then closed by transfer to profit and loss appropriation account. Okay, alternatively credit the capital or current account of the partner concerned and debit the profit and loss appropriation account. നമ്മൾ ചെയ്യാറുണ്ട്, പ്രോഫിറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാറുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിലോ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ക്രെഡിറ്റും ചെയ്യാറുണ്ട്. ഇനിയിപ്പം ജേണൽ എൻട്രി ആണ്, നമുക്കറിയാം ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാർജ് ചെയ്യുന്നതിന് ജേണൽ എൻട്രി എന്താ, നമ്മൾ ജസ്റ്റ് ആലോചിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ആലോചിക്കുക അല്ലെ. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഏത് സൈഡിലാണ് ഉണ്ടാവുക, ടു സൈഡിലാണ് ഉണ്ടാവുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ജേണൽ എൻട്രി, profit and loss appropriation account debit to partners capital account. Clear alle? Generally it is generally allowed on capital of the partners. Interest on capital of partner is calculated for the relevant period for which the amount of capital has been used in the business. അല്ലെ, നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നിങ്ങളുടെ ക്യാപിറ്റൽ ഇവിടെ നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്ര കാലമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഓക്കെ, 5 months ഉപയോഗിച്ചില്ലെങ്കിൽ ആ 5 months നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഓക്കെ. നിങ്ങൾ 10 lakh rupees 5 months ഇരിക്കാം, പിന്നെ അവർ വിഡ്രോ ചെയ്തിട്ടുണ്ട്, ദെൻ അവരുടെ 5 lakh എവിടെ ഉള്ളൂ എങ്കിൽ അതിന്റെ മുകളിലാണ് ബാക്കിയുള്ള ടൈമിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, Mr. A has a capital of 30,000 rupees in the beginning of the year and introduced 10,000 during the year. ഓക്കെ, എന്താണ് പിക്ചർ, എന്താണ് ഇയാൾക്ക് ബിഗിനിങ്ങിൽ എത്രയുണ്ട് ക്യാപിറ്റൽ, 30,000 ഉണ്ട്, 30,000. Okay, then during the year he introduced 10,000 during the year. If the rate of interest on capital is 20%, interest on capital A is calculated as follows. Okay, during the year ഈ 30,000 രൂപ ജനുവരി മുതൽ ഡിസംബർ വരെ ബിസിനസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 30,000 നമുക്ക് ഫുള്ള് കൊടുത്തൂടെ, ഇൻറ്റു എത്ര ശതമാനം, 20% അല്ലെ, ഇൻറ്റു 20 divided by 100 into 12 by 12 എഴുതണോ, വേണ്ട, ഇത് ഫുള്ള് കൊടുക്കാം. പ്ലസ് 10,000 ഡ്യൂറിങ് ദി ഇയർ. വാഗ് ആയിട്ടാണ് അത് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓൺ ആൻ ആവറേജ് 6 months അങ്ങോട്ട്, എക്സാക്റ്റ് ആയിട്ട് പറയുന്നില്ല. ഓക്കെ, ഞാൻ കഴിഞ്ഞ വർഷത്തിൽ ഇന്ന് ഡേറ്റ് ഒന്ന് എക്സാക്റ്റ് ആയിട്ട് പറയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 6 monthsലേക്ക് അങ്ങോട്ട് കാണും. മീൻസ് 10,000 into 20% തന്നെയാണ്, പെർസെന്റേജിൽ യാതൊരു മാറ്റവും ഇല്ല. ബട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു ഏകദേശം 6 monthsലേക്കുള്ളതാണ് കാണുന്നത്. എത്ര മാസത്തേക്കുള്ള, 6 months. മീൻസ് 6 by 12 ഫിസിക്കൽ ടു ഇത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6,000 കിട്ടും,
പ്ലസ് 1000 ഇസിക്കൽ ടു 7000. 7000 രൂപയാണ് എന്ത് വരുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നത്. അതല്ലാതെ ഈ 10ഉം ഈ 30ഉം ആഡ് ചെയ്തിട്ട് 40,000 ഇൻറ്റു 20% എന്ന് നമ്മൾ ചെയ്താൽ എന്താണ്? തെറ്റാണ്. കാരണം ബിസിനസ് എത്ര അത് ഉപയോഗിച്ചു, എഫക്റ്റീവ് ആയിട്ട് എത്ര ഉപയോഗിച്ചു, അതിന്റെ മുകളിലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഇവിടെ ഒരു നെറ്റ് ലോസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സബ്ജക്ട് ടു കോൺട്രാക്ട് ബിറ്റ്വീൻ ദി പാർട്ട്നേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് ടു പ്രൊവൈഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓൺലി. സാധാരണ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്താൽ മതി. Thus in case of loss, no interest is provided. But in case of insufficient profit, net profit less than the amount of interest capital, the amount of profit is distributed in the ratio of capital as partners get profit by way of interest on capital only. Okay, നമുക്ക് ആവശ്യത്തിനുള്ള പ്രോഫിറ്റ് ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാറ്. സോ ദാറ്റ്സ് റിഗാർഡിംഗ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കുറെ കാൽക്കുലേഷൻസ് ഒക്കെ അതിൽ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം.